സമാധാനമായിട്ടിരിക്കും മോളെ. ഗോവിന്ദൻ വയറ്റാട്ടിയെ കൂട്ടാൻ പോയിരിക്കല്ലേ. ഇപ്പൊ തന്നെ വരും മോളെ. നീ ഒന്ന് സമാധാനപ്പെട്. ഈശ്വര, ഗൗരമ്മ വന്നല്ലോ. ഒന്നും പേടിക്കണ്ട മോളെ, എല്ലാം നന്നായി നടക്കും. ഗോവിന്ദ, ചേട്ടൻ ഇതുവരെ ഇങ്ങ് എത്തിയില്ലല്ലോ. ചേച്ചി ചേച്ചി ഒന്നുകൊണ്ട് പേടിക്കണ്ട. അളിയൻ ഇപ്പൊ തന്നെ വരും. ഇന്ന് തന്നെ ഉണ്ടാവുന്നാ തോന്നുന്നത്. അവരോട് എവിടെയും പോവല്ലെന്ന് പറഞ്ഞതാ അമ്മായി. എന്നിട്ടും എത്ര നേരം നിന്നോട് കുറച്ച് ചൂടുകൾ പറഞ്ഞിട്ട് എന്താ എത്ര ലേറ്റ് ആയ? നിനക്കൊരു ഉത്തരവാദിത്വമില്ലേ? ഗോവിന്ദ, എന്തിനാ ആ കുട്ടിയോട് ദേഷ്യപ്പെടുന്നത്? അവൾക്ക് വയറ്റിലുള്ളതല്ലേ, അതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് എങ്ങനെ അറിയാനാ? നാളെ നീ പെണ്ണൊക്കെ കെട്ടി അവള് പിന്നെ ഗർഭിണിയാവൂല്ലോ. അപ്പോഴേ നിനക്ക് മനസ്സിലാവും. ഗർഭിണിയായ എല്ലാ ജോലിയും ഒരിടത്ത് തിരിഞ്ഞു തന്നെ ചെയ്യണമെന്നുണ്ടോ? ചോദിക്കുന്ന കാശ് എനിക്ക് കൊടുക്കല്ലേ? അപ്പൊ പണിയെടുക്കേണ്ടതും അവളുടെ ഉത്തരവാദിത്വമാണ്. ഓ, നമ്മുടെ ഡ്രൈവർ, നിന്റെ കെട്ടിയോൻ, അവനും അളിയന്റെ ഒപ്പം പോയിട്ടുണ്ടല്ലോ. എങ്ങോട്ടാ പോകുന്നതെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനാ പോകുന്നതെന്ന് പറഞ്ഞു. എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. ദിഗ്വിജയ, ഇത് ഗരുഡ ചൂർണം. ഗരുഡന്റെ നഖങ്ങൾ കൊണ്ടുണ്ടാക്കിയ ചൂർണം. നീ ആപത്തിലായാൽ ഇതാണ് നിന്റെ ശ്രീരക്ഷ. നിനക്ക് നിന്റെ സ്നേഹിതരെ വിശ്വാസമുണ്ടോ? അവരെന്റെ ബിസിനസ് പാർട്ട്നേഴ്സാണ്, നല്ല സുഹൃത്തുക്കളുമാണ്. മോശം ചെയ്യില്ല, കുറച്ച് ദുരാഗ്രഹം ഉണ്ടെന്നേ ഉള്ളൂ. ശരി, വിജയ് ഭവ. നാഗമാണിക്യമാണ് സത്യം. ഇനി എക്കാലവും ഞാൻ നിനക്കൊപ്പം തന്നെ ഉണ്ടാകും. അങ്ങയുടെ കൂടെ സദാ ഞാൻ നിഴലായി ഉണ്ടാവുന്നതാണ്. ആരാലും സാധ്യമല്ല. സദാ വായാടിയായിരുന്ന നീ എന്തേ പെട്ടെന്ന് മൗനിയായത്? ശിവാനി, നാഗമാണിക്യം കാക്കുന്ന ആ നാഗങ്ങൾ ഇവരായിരിക്കും. നാഗമായാലും നാഗകന്യകയായാലും പിന്നിൽ നിന്ന് നോക്കുമ്പോൾ ഇത്ര ഭംഗിയാണെങ്കിൽ മുന്നിൽ നിന്ന് എന്തായിരിക്കും? ഏയ്, നിന്റെ പേരിൽ മാത്രമേ വിഷമുള്ളൂ. ആ നാഗങ്ങള് ശരിക്കും വിഷമുള്ളവരാ. നാഗകന്യകയോടുള്ള ആശ വിട്ടിട്ട് വന്ന ജോലി നോക്ക്. നടക്ക. ഇതെങ്ങനെ എടുക്കും? അല്ലടോ, ഇവനീ ചെയ്യുന്ന പൂജ ശരിയായില്ലെങ്കിൽ നമ്മളെല്ലാം കത്തി ചാമ്പലാവൂല്ലേ? അങ്ങനെ സംഭവിച്ച മോനെ, ഇതെനിക്ക് നേരത്തെ അറിയായിരുന്നു കേട്ടോ. അതല്ലേ ഞാൻ സേഫ് ആയിട്ട് സൈഡിൽ നിൽക്കുന്നത്. എങ്ങനുണ്ട്? അത് ശരി.
ആദിശേഷ, ഞാൻ നിനക്ക് വാക്ക് തരുന്നു, നാഗമാണിക്യം ഞാൻ കൊണ്ടുവരും. നമ്മളെ എല്ലാവരെയും രക്ഷിക്കും. ആദിശേഷ. ശിവാനി, 7 സ്വർഗങ്ങളും 7 ലോകങ്ങളും നിന്റെ ഈ വാക്കുകൾക്ക് സാക്ഷിയാണ്. ശിവാനി, നീ എന്നോട് ക്ഷമിക്കണം. ഇല്ല ആദിശേഷ, നിനക്കൊന്നും സംഭവിക്കില്ല. അവരാരാണ്? ഈ മഹാരത്നത്തിന് വേണ്ടി എത്ര പേരെ വേണമെങ്കിലും കൊല്ലാമല്ലേ? ഞാൻ അത്രയ്ക്ക് വില മതിക്കുന്നുണ്ട് ഇതിന്. ഈ മാണിക്യം വിറ്റ എത്ര കോടി കിട്ടും നമുക്ക്? ഇതിന് വിലയിടാൻ ഇന്ന് വരെ ഈ ഭൂമിയിൽ ആരും പിറന്നിട്ടില്ല ഭൂപതി. ഈ മഹാരത്നത്തിനൊപ്പം ആ നാഗകന്യകയെ കൂടി കിട്ടിയിരുന്നെങ്കിൽ സകല നേരം പെണ്ണിന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ. അതുകള നാഗമാണിക്ക് കിട്ടിയില്ലേ? ഇനി നമുക്ക് അടിച്ചു പൊളിക്കാം. എന്നോട് ക്ഷമിക്കൂ. മുജ്ജന്മത്തിൽ ആദിശേഷ, മുജ്ജന്മത്തിൽ ആദിശേഷ, 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 ആദിശേഷ. ഇത് ന്യായമാണോ? പറയൂ, ഇത് ന്യായമാണോ? അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എനിക്കൊന്നും വേണ്ട. കേൾക്കുമ്പോഴേ പേടിയാവുന്നു. ഞാൻ പോവാ, എന്നെ വിട്ടേക്ക്. ഗുരു, അത് സൂക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തോളാം. നീ ഏറ്റെടുക്കുവാൻ പോകുന്ന ജോലി അത്ര ചെറുതല്ല ദിഗ്വിജയ. അത്ര വർഷം നീ ഇതെവിടെ സൂക്ഷിക്കും? അത് എന്റെ വീട്ടിൽ തന്നെയാണ് ഗുരു. കുട്ടികളുള്ള വീട്ടിൽ നാഗമാണിക്യം സൂക്ഷിക്കാനോ? സാധ്യമല്ല. കുട്ടികളും? അതെ. നോക്കൂ, നാഗമാണിക്യത്തിന് കാവലിരിക്കാൻ പോകുന്നത് ദിഗ്വിജയ്. എന്നാൽ അതിന്റെ ലാഭം കൊയ്യാൻ പോകുന്നതോ നമ്മൾ. മണ്ടത്തരം പറയാതറ. ഈ കാവലിരിക്കുന്ന പറഞ്ഞ 1-2 മണിക്കൂറാണോ? 10 ദിവസങ്ങളോ? മോനെ 24 വർഷം അറിയോ? എന്റെ അമ്മോ, 24 വർഷം കാത്തിരുന്ന് ഇത് കിട്ടുമ്പോഴത്തേക്കും എല്ലാവരുടെയും മൂക്കിൽ പല്ല് വരും. എന്നിട്ട് ഇത് കിട്ടിട്ട് എന്ത് ചെയ്യാനാ? അയ്യോ, അത്ര വർഷം ആരൊക്കെ ജീവിച്ചിരിക്കും, ആരൊക്കെ പുകയായിട്ടുണ്ടാകും. എന്നാൽ അന്ന് ജീവിച്ചിരിക്കുന്നവർക്കാണ് അതിന്റെ ആ ഗുഹാമുഖം തുറക്കുകയുള്ളൂ. സ്പർശിക്കുക. അകത്തേക്ക് കിടക്ക്. ഇപ്പോൾ നാഗമാണിക്യം സ്ഥാപിതമായി. നമ്മൾ 3 പേർക്കുമല്ലാതെ മറ്റാർക്കും ഇതിൽ സ്പർശിക്കുവാനാവില്ല. നമ്മുടെ കൈകളല്ലാതെ വേറാരുടെയും കൈകൾ കൊണ്ടോ
മറ്റു വസ്തുക്കൾ കൊണ്ടോ സ്പർശിച്ചാൽ സർവ്വതും ചാമ്പലായി മാറും. ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ മഹാശക്തികളാകും. സകലരും ചിരഞ്ജീവികളാകും. മനുഷ്യരെ മറികടന്ന് നിങ്ങൾ ദൈവതുല്യരായി. എന്റെ ഉള്ളിൽ അഗ്നിപർവ്വതം പോലെ എന്തോ തിളയ്ക്കുന്നു. എന്തിനാണെന്ന് എനിക്ക് വ്യക്തമല്ല. നിന്റെ ആക്രോശം ഒലയടിക്കുകയാണ്. എന്റെ പ്രതികാരം ഞാൻ തീർച്ചയായും ചെയ്യും. ഇത് നിന്റെ മേലെ സത്യം. അതെ ശിവാനി, ഈ ഭൂഖണ്ഡത്തിന്റെ ദക്ഷിണ ഭാഗത്തായി കനകദുർഗ എന്നൊരു ദേശത്ത് നിന്റെ ആദിശേഷന്റെ 9ാം പിറന്നാൾ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോയി വരൂ ശിവാനി. ഇതോർമ്മയുണ്ടാവണം, നീ സത്യമുള്ള നാഗമാണ്. ഏത് ക്ഷണത്തിലും ഏത് രൂപവും സ്വീകരിക്കുവാനുള്ള കഴിവ് നിനക്കുണ്ട്. അത് ഉപയോഗപ്പെടുത്തി നിന്റെ ഇപ്പോഴുള്ള രൂപം മാറ്റിവെച്ച് മറ്റേതെങ്കിലും രൂപം ധരിച്ചു വേണം പോകുക. അങ്ങനെ ആയിക്കൊള്ളട്ടെ ഗുരുദേവ, എന്നെ അനുഗ്രഹിച്ചാലും. തഥാസ്തു. ആ വലിയ മുതലാളിയില്ലേ ദിഗ്വിജയൻ, അയാള് നല്ലവനാ, എല്ലാവരെയും സഹായിക്കുകയൊക്കെ ചെയ്യും. ഗോവിന്ദൻ ചെറ്റയാ ഏറപ്പ. ഇവൻ എങ്ങനെ മുതലാളിയുടെ കൂടെ കൂടിയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അണ്ണാ അതൊക്കെ വിട്, വേഗം വണ്ടി ഓടിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ആ ഗോവിന്ദൻ തേറി പറഞ്ഞ് നമ്മുടെ ചെവി പൊട്ടിക്കും. ചുമ്മാതിരിക്കടാ, ഇതെന്താ എയറോപ്ലെയിൻ ആണോ പറത്തിക്കൊണ്ട് പോകുന്നത്? എന്റെ പാട് എനിക്കല്ലേ അറിയൂ. ഈ ചുരത്തിലൂടെ വണ്ടി ഓടിക്കുന്ന പാട് നിനക്കറിയാവോ? നോക്കണ്ണ, ബ്രേക്ക് ബ്രേക്ക്. ഇവരോ? ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. ഇവിടെ അടുത്ത അമ്പലത്തിലെ മോന്റെ പിറന്നാളോടനുബന്ധിച്ച് അന്നദാനമൊക്കെ നടത്തുന്നുണ്ട് മോളെ. ശേഖരായ നമഃ, വാമദേവായ നമഃ, തിരുപാക്ഷായ നമഃ, കബർദിനേ നമഃ, നീലലോഹിതായ നമഃ, ശങ്കരായ നമഃ, ശൂരപാണിയേ നമഃ, മൃത്യുഞ്ജയായ നമഃ. ഇനി നിങ്ങളുടെ മകനെ പറ്റി ഭയപ്പെടേണ്ടതില്ല. ദൃഷ്ടിദോഷമെല്ലാം ഇതോടെ ഒഴിഞ്ഞു പോകും. ഞാനിതൊക്കെ ചെയ്തതേ എനിക്ക് വേണ്ടിയല്ല. അല്ലളിയ, അതെങ്ങനെ ശരിയാവും? അയാളെ നീ വില കുറച്ച് കാണുന്നത് അതെന്നെ അപമാനിക്കുന്നത് പോലെയാ. ഇത് അവസാനത്തെ താക്കീതാണ്. നന്ദീശ വാ. മുതലാളി, നന്ദീശ, ഞാൻ നേരത്തെ തന്നെ എത്തേണ്ടിയിരുന്നതാ. കുറച്ച് ലേറ്റ് ആയി പോയി, ക്ഷമിക്കണം. എന്നാ പ്രസാദം. അത് സാരമില്ല, വരൂ ഹോമം അവസാനിപ്പിക്കാം. നീ പോയി ത്രിവിക്രമനെ വിളിച്ചോണ്ട് വാ. അവനില്ലാതെ ഹോമം പൂർത്തിയാവില്ല. ശരി മുതലാളി, എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ പോയി കൊച്ചു മുതലാളിയെ കൂട്ടിക്കൊണ്ടുവരാം. അതാണ് എന്റെ ആദിശേഷൻ. അവന്റെ അടുത്തേക്കാണ് എനിക്ക് എത്തേണ്ടത്. ഗുരുദേവൻ പറഞ്ഞ പോലെ ഇന്ന് ഇവന്റെ ജന്മദിനമാണ്. ഇവൻ തന്നെയാണ് എന്റെ ആദിശേഷൻ.
അവരെ നിനക്കറിയോ? അറിയാം, നല്ല പോലെ അറിയാം. എന്തിനാ അവരെ കാണുന്നത്? അവനോട് എനിക്ക് സംസാരിക്കണം. എന്താ പറയേണ്ടതെന്ന് നീ എന്നോട് പറ, ഞാൻ അവരോട് പോയി പറയാം. ഇല്ല, അത് ആരോടും പറയാൻ പറ്റില്ല. ഞാനാണ് നിന്റെ ശിവാനി എന്ന് എനിക്ക് തന്നെ അവനോട് പറയണം. കരയണ്ട, ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ. എന്റെ ആദിശേഷൻ എന്നിലേക്ക് തന്നെയാണ് വരുന്നത്. അവൻ അവന്റെ പുനർജന്മം തിരിച്ചറിഞ്ഞിരിക്കാം. ഈ നിൽക്കുന്ന കുട്ടി ആരാണെന്ന് നിനക്കറിയോ? ഇതാ നിന്നോടാ, ഇവിടെ അറിയോന്ന്. പറയൂ ആദിശേഷ, ഞാൻ നിന്റെ ശിവാനിയാണെന്ന് പറയൂ. ത്രിവിക്രമ, ഇവിടെ വന്നിരിക്കേ. നമ്മൾ തമ്മിൽ ജന്മജന്മാന്തര ബന്ധമുണ്ടെന്ന് പറയൂ ആദിശേഷ. ഇല്ല, ഇവൾ ആരാണെന്ന് എനിക്കറിയില്ല. ഇല്ല, അവന്റെ ഓർമ്മകളെ തിരികെ കൊണ്ടുവരുന്നത് എങ്ങനെ? നീ ഇവിടെ വന്നിരിക്കുവാണോ? നീ കഴിക്കാണ്ട് എവിടെ പോയെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ. ഇന്നാ നിന്റെ നാടേതാ? വാസുകിപുരത്താ. വാസുകിപുരം അതെവിടെയാ? കുറെ ദൂരത്താ. എത്ര ദൂരം അതെനിക്കറിയില്ല. നേരെ പോയാൽ കുറച്ച് ദൂരേ ഉള്ളൂ. ഞാൻ പോകുന്ന പോലെ പോയാൽ കുറെ ദൂരം പോണം. അതിരിക്കട്ടെ, നീ എന്തിനാ കൊച്ചു മുതലാളിയെ തിരിഞ്ഞു വന്നത്? അമാവാസി തീരുന്നതിനുള്ളിൽ നീ നിന്റെ ആദിശേഷനെ കണ്ടെത്തിയേ തീരൂ. ഇല്ലെങ്കിൽ ഗ്രഹഗതിക്കനുസരിച്ച് നിന്റെ ആദിശേഷനെ കണ്ടെത്തുവാൻ കാലങ്ങൾ പിന്നെയും കാത്തിരിക്കേണ്ടി വരുന്നതാണ്. ഇത് തീർച്ച. ഇല്ല ഗുരുദേവ, ആ നേരത്തിനുള്ളിൽ എന്റെ ആദിശേഷൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നാഗമാണിക്യം തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. പ്രണാമം ഗുരു. ശുഭമസ്തു. ഇവരിൽ ആരാണ് എന്റെ ആദിശേഷൻ? ആരാണ് നീ? നിന്നെ ഞാൻ എങ്ങനെ തിരിച്ചറിയും? അയ്യോ, വലിയൊരു മുള്ളു കുത്തിയിരിക്കുന്നു. വേദനിക്കുന്നില്ലേ? ശിവാനി, നിന്റെ സ്നേഹം എന്റെ എല്ലാ നോവും അകറ്റും. എന്താണിത് ആദിശേഷ? ഓ, അതാണോ? നാഗലോകത്തിൽ രാജയോഗം പ്രാപ്തമാകാൻ അർഹതയുള്ളവരിൽ മാത്രം കാണുന്ന മറക. ഇത് ജന്മസിദ്ധമാണ്. ഇത് എനിക്ക് മാത്രമല്ല, നമുക്ക് പിറക്കാനിരിക്കുന്ന മക്കളിൽ രാജയോഗമുള്ളവരാരാണോ അവരുടെ അയ്യോ, പാമ്പ് പാമ്പ് മുതലാളി, പാമ്പ് രക്ഷിക്കണേ, ഓടി വരണേ, ആരെങ്കിലും ഓടി വരണേ, പാമ്പ് പാമ്പ് ഓടി വരണേ, രക്ഷിക്കണേ. ഇവിടെ പാമ്പ്, എവിടെടാ പാമ്പ്? ഇവിടെ തന്നെയാ ഞാൻ കണ്ടത്. ആര് വേണമെങ്കിലും നോക്കിക്കോ, ഞാൻ അങ്ങോട്ട് വരില്ല. എന്തു ചെയ്താലും ഓരോ കുറ്റം കണ്ടെത്തും. അവരുടെ അടുത്തേക്ക് ഞാൻ എന്തിനു വരണം? എന്താ മധു, എന്താ ഇങ്ങനെയൊക്കെ?
നമ്മൾ എപ്പോഴെങ്കിലും നമ്മളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കുടുംബം മൊത്തം 24 മണിക്കൂറും മുതലാളിക്ക് വേണ്ടി പണിയെടുത്തോണ്ടിരിക്കുവല്ലേ, അതും എത്ര ബഹുമാനത്തോടെ. എന്നിട്ടും നമുക്ക് ആട്ടും തുപ്പും മാത്രം ബാക്കി. ആരാ നിന്നെ ഇവിടെ ഇപ്പൊ കുറച്ച് കണ്ടത്? ആ ഗോവിന്ദൻ തന്നെ. കുത്തി കുത്തിയുള്ള അയാളുടെ സംസാരം. നമ്മളോടാണെങ്കിൽ പോട്ടേന്ന് വെക്കാം, പക്ഷെ നമ്മുടെ മോൻ അവനെ വെറുതെ വിടില്ല. നോക്കുമതു, ഞാൻ ഈ കുടുംബത്തിൽ പണിയെടുക്കുന്നത് ആ ഗോവിന്ദനെ കണ്ടിട്ടല്ല, എന്റെ മുതലാളിക്ക് വേണ്ടിയാ. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു തവണയെങ്കിലും മുതലാളി നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഒരു വാക്കെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ആ നന്ദീഷിനെ തലയിൽ ചുമന്നുകൊണ്ടാ നടക്കുന്നത്. ത്രിവിക്രമന്റെ കൂടെ തൃശ്ശൂരിൽ എന്തിനെങ്ങനെ കളിക്കാൻ സമ്മതിക്കുന്നത്? എന്തിനെങ്ങനെ സ്വന്തം വില കളയുന്നത്? അവനെയൊക്കെ നിർത്തണം. ആയിക്കോട്ടെ, അതിനിപ്പോ നിനക്കെന്താ? അതിനെന്താന്നോ, അർഹത വേണം ചേച്ചി, അർഹത. നമ്മുടെ ലെവൽ എന്താ, അവന്റെ ലെവൽ എന്താ? ഒരേപോലത്തെ ഡ്രസ്, അതും ഒരേ ക്വാളിറ്റിയിലുള്ളത്. ഡ്രൈവറുടെ മോനും മുതലാളിയുടെ മോനും തമ്മിലൊരു വ്യത്യാസമൊക്കെ വേണ്ടേ? എനിക്കെന്ത് ഇതൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ചേച്ചി എന്ത് വേണമെങ്കിലും കരുതിക്കോ. ഇനി മുതല് അവരെ എവിടെയാണോ നിർത്തേണ്ടത് അവിടെ നിർത്തണം. അത് പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ചേച്ചിക്ക് പറ്റും. അത് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഗോവിന്ദ, നീ ഇത്ര വേഗം എല്ലാം മറന്നോ? നിനക്ക് ഓർമ്മയില്ലേ? എത്ര വിളിച്ചാലും രാവിലെ എണീക്കാറേ ഇല്ല. ആ നീ ഇന്ന് തനിയെ എഴുന്നേറ്റ് റെഡി ആയിരിക്കുന്നല്ലേ, അതും പാർട്ടിക്കിടാൻ ഞാൻ വാങ്ങിച്ചു തന്ന ഡ്രസ്സും ഇട്ടുകൊണ്ട്. ഇനിയിപ്പൊ നിനക്ക് അമ്മയുടെ സഹായം ഒന്നും വേണ്ടി വരില്ല. മക്കള് വളർന്നു കഴിഞ്ഞാ പിന്നെ ഇൻഡിപെൻഡന്റ് ആകണം, അത് നല്ല കാര്യോ. ശരി, എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യാം. വാ, നീ വന്ന് കേക്ക് കട്ട് ചെയ്തേ. നീ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ട് നിക്കുന്നേ? വേഗം വാ, താഴോട്ട് പോവാം. വേണ്ടമ്മേ, ഞാൻ പിന്നെ വന്നോളാം. പിന്നെയോ? ഇപ്പൊ തന്നെ ലേറ്റ് ആയെന്നറിയോ? നടക്ക്. സാർ, വീട്ടിനകത്താണ് പാമ്പ്. വീട്ടുകാരല്ലാത്ത മറ്റുള്ളവരോട് ഇപ്പൊ തന്നെ പുറത്തു പോകാൻ പറയൂ. ദയവ് ചെയ്ത് ആരും ഒന്നും വിചാരിക്കരുത്. കുറച്ചു നേരത്തേക്ക് എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്കണം പ്ലീസ്. താനൊരു കാര്യം ചെയ്യും. ഇടോ, പുറത്ത് കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. താൻ ചെന്ന് അവരുടെ കാര്യം നോക്കാം. ചെല്ലടോ, ചെല്ല്. മോനെ ത്രിവിക്രമ, മോനെ അവരെയും കൂട്ടി മുകളിലേക്ക് വെക്കും. വാ തൃശൂൽ, റീന വാ. പറഞ്ഞു, ഞാൻ പിടിച്ചു. ഈ നാഗം ഇതിൽ നിന്നും ഇനി എങ്ങോട്ടും പോകില്ല. നിങ്ങൾ ആരെങ്കിലും തന്നെ ഇതിനെ കൊണ്ടുപോയി കാട്ടിൽ വിട്ടാ മതി. എന്നാ ശരി, ഞാൻ വരട്ടെ. നീയപ്പോ ഇതിന് എന്താ ചെയ്യാൻ പോകുന്നത്? അവനിതിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നന്നായി. കൊണ്ടുപോയി കാട്ടിൽ വിടാനായിരുന്നോ അതോ കൊല്ലാനായിരുന്നോ എന്ന് ആർക്കറിയാം. സെക്യൂരിറ്റി, ഈ പാമ്പിനെ എടുത്തോണ്ട് പോയി കാട്ടിൽ വിട്ടേക്ക്. പിന്നെ മറ്റൊരു കാര്യം, എന്താ മുതലാളി? സേഫായി കാട്ടിലെത്തിക്കണം. പാമ്പിന്റെ ജീവന് മാത്രം ഒന്നും സംഭവിക്കരുത്. ശരി മുതലാളി. കൈ കിട്ടിയ പാമ്പിനെ തല്ലിക്കൊല്ലാതെ വിട്ടത് എനിക്കും എന്തോ അത്ര ശരിയായി തോന്നുന്നില്ല. ഏയ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഈ പാമ്പ് ഉറപ്പായിട്ട് നമ്മളെ തന്നെ തേടി വന്നതാണെങ്കിലോ? അല്ല ദിഗ്വിജയ്, നാഗമാണിക്യത്തിന് വേണ്ടി നാഗരാജാവിനെ കൊന്നവനാണ് നീ. ഇതെന്താ ഇപ്പോ നിനക്കൊരു മാനസാന്തരം? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എല്ലാവരും കേട്ടുള്ളൂ. പക്ഷെ പറഞ്ഞപ്പോഴുള്ള എന്റെ രൂപവും ഭാവഭേദവും ഒന്നും നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കളയാൻ ഞാനപ്പോൾ പറഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പ്രതിച്ഛായ തന്നെ നഷ്ടപ്പെടുമായിരുന്നു. എന്റെ വ്യക്തിത്വമാവട്ടെ സംസ്കാരമാവട്ടെ ഒന്നും തന്നെ തകരാതിരിക്കാൻ വേണ്ടിയാണ്
ആ പാമ്പിനെ കൊല്ലരുതെന്ന് അപേക്ഷിച്ചുകൊണ്ട് അവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൈകൂപ്പിയത്. ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളതുവരെ നിങ്ങളാരും പേടിക്കേണ്ടതേയില്ല. ഏത് പാമ്പായാലും ശരി, എന്നെ മറികടന്ന് മാത്രമേ നിങ്ങളെ ഒന്ന് തൊടാൻ സാധിക്കൂ. നിങ്ങളാരും ഒന്നുകൊണ്ടും പേടിക്കണ്ട. എൻജോയ് ദ പാർട്ടി. എന്റെ മകനെ കാത്തുകൊള്ളണേ. ചേട്ടാ, ഇന്നൊരു നല്ല ദിവസമല്ലേ? ഹോമം, പൂജ, നാഗപ്രതിഷ്ഠ എല്ലാം നടത്തി. നാഗൻ തന്നെ വീട്ടിലേക്ക് വന്ന് എല്ലാവർക്കും ദർശനവും തന്നുവല്ലോ. അതിലും സന്തോഷമുള്ളത് നാഗത്തെ കൊല്ലണ്ടെന്ന് മുതലാളി പറഞ്ഞല്ലോ. നല്ലതുപോലെ അതിനെ കാട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. സത്യമായും നമുക്ക് എല്ലാവർക്കും പുണ്യം ലഭിക്കുകയും ചെയ്യും. അതുറപ്പാ. നീ പറഞ്ഞ പുണ്യമില്ലേ, എന്റെ ജീവിതത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ അത് പാപമായിട്ട് മാറും. ഏയ്, എന്താ പറ്റിയത്? ഞാൻ എത്ര സന്തോഷത്തോടെ സംസാരിച്ചേ, എന്നിട്ട് നിങ്ങൾ എന്താ ആകാശം പൊട്ടി വീണ പോലെ നിൽക്കുന്നേ? ഏയ്, ഒന്നുമില്ല. എന്താ ചിന്ന, ആ പാമ്പിനെ എന്തിനാ ഉപദ്രവിക്കുന്നേ? അതെന്താ നിന്നോട് ചെയ്തേ? എന്നോട് ചീറ്റുമ്പോ ഞാനെന്താ വെറുതെ ഇരിക്കണോ? അതെ, കൊറേ പാമ്പുകളെ കണ്ടവനാണ് ഞാൻ. നീ എന്താ എന്നെ പഠിപ്പിക്കാൻ വരണോ? വായമൂടി വണ്ടി ഓടിക്കാൻ നോക്ക്, മനസ്സിലായോ? നമ്മളെ പോലാടിണ്ടല്ലോ ഈ പീറ പാമ്പിനെ പിടിക്കാൻ ഏതൊരു വലിയ പാമ്പാട്ടിനെ വിളിച്ചോണ്ട് വന്നേക്കുന്നത്. എന്നോടെക്കാരും പറഞ്ഞിരുന്നെങ്കിണ്ടല്ലോ ഈ നേരത്തിനുള്ളിലെ ഇതിന്റെ അടിയന്തരം കഴിച്ചത്. മതിയാവും. അതും ഒട്ടും വൈകാതെ. അതിനുവേണ്ടി ഞാൻ ഇവന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അതിനു പറ്റിയൊരു മാർഗം ഞാൻ കണ്ടെത്തിയേ മതിയാകും. ആ കുട്ടി ചിലപ്പോ ഇനിയും വരുമായിരിക്കോ? ഏയ്, എന്താ ഇവിടെ ഇരിക്കുന്നത്? ഒന്ന് ബസ്സിൽ കയറ്. ചെയ്യണം. പരമേശ്വര, ഞാൻ നിന്റെ പരമഭക്തിയാണെന്നത് സത്യമാണെങ്കിൽ ഈ അപകടത്തിൽ നിന്നും എല്ലാവരെയും നീ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എന്തോ പാമ്പെന്നോ മറ്റോ പറയുന്ന കേട്ടു. എന്താ പിന്നെയും പാമ്പിനെ ഇവിടെ കണ്ടോ? അല്ല ദമയന്തി, അത് അമ്പലത്തിലേക്ക് പൂ കൊടുത്തുവിടുന്ന കാര്യം പറഞ്ഞതാ. നന്ദീശൻ പൂവെന്നാ പറഞ്ഞത്, നീ പാമ്പെന്ന് കേട്ടതാ? ഇല്ലില്ല, ഞാൻ ശരിക്കും കേട്ടത് പാമ്പെന്ന് തന്നെയാ പറഞ്ഞത്. ഇല്ല കൊച്ചമ്മേ, കേട്ടത് ചിലപ്പോ മാറിപ്പോയതായിരിക്കും. മുതലാളി പറഞ്ഞാ ശരി. നന്ദീശ, നീ വെറുതെ എന്നോണം പറയണ്ട. ദമയന്തി, ഫസ്റ്റ് ഓഫ് ഓൾ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞങ്ങള് കാര്യമായിട്ടൊരു ചർച്ചയിലായിരുന്നു. നീ പോകാനല്ലേ പറഞ്ഞത്? എവിടെ വെച്ചോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ആരോടും പറയില്ല. കുട്ടികളെ, ഇന്ന് നമ്മൾ വെള്ളത്തിൽ നിന്നും ഹൈഡ്രജനും ഓക്സിജനും എങ്ങനെ വേർതിരിക്കാമെന്ന് പഠിക്കാം. ശ്രദ്ധിച്ചോണം. ഓക്കെ? ഓക്കെ മാം. എക്സ്ക്യൂസ് മീ മാഡം, അങ്കിതിന്റെ ബാഗിൽ നിന്ന് അവന്റെ സ്കൂൾ ഫീ മിസ്സായിട്ടുണ്ട്. ഇവന്റെ ക്ലാസ്സിലുള്ളവരെ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെയുള്ളവരും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ദേ നോക്ക്, എല്ലാവരും ഇവിടേക്ക് വരും. നിങ്ങളിൽ ആരെങ്കിലും അങ്കിതിന്റെ പൈസ എടുത്തിട്ടുണ്ടോ? ഞങ്ങൾ എന്തിനു പണം മോഷ്ടിക്കണം? മിണ്ടി പോകരുത്. ആദ്യം നിന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. വന്ന് നിന്റെ ഷൂവും സോക്സും അയച്ചു വെക്കും. സർ, പറയുന്നത് അനുസരിക്ക്. നിന്റെ ഷൂവും സോക്സും അയച്ചു വെക്ക്.
ഇവിടെ ഇരുന്ന് അളിയനെ നോക്കി അങ്ങ് രസിക്കുകയാണല്ലേ? കണ്ണും ചിമ്മി ചിമ്മി കാത്തുവച്ചതെല്ലാം കട്ടെടുത്ത കള്ളക്കുറുമ്പി. എന്ത് പറയാനാ ഗോവിന്ദ, ഈ വീട്ടില് ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാ. ശരിയാ ചേച്ചി, 100% ശരിയാ. എനിക്കും പലതവണ അങ്ങനെ തോന്നിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ആ രഹസ്യം നമ്മളെയെല്ലാം ആപത്തിലാക്കുമോ എന്നുള്ളൊരു വല്ലാത്ത ഭയമുണ്ട് എനിക്ക്. ആ നന്ദീഷിനല്ലേ? അമ്മേ, എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഇതാ കുറച്ച് വെള്ളം കുടിക്കും. ഇനി ഞാൻ പോട്ടെ. നീ അനാഥയാണെങ്കി എന്റെ ബർത്ത്ഡേക്ക് നിന്നെ ആരാ കൊണ്ടുവന്നേ? എന്റെ ബർത്ത്ഡേ വിഷയം മാത്രം എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് വന്നേ? അന്ന് നിന്റെ ബർത്ത്ഡേക്ക് എത്ര ആളുകൾക്കാ ചോറ് കൊടുത്തത്? നീ കാരണം കുറെ ആളുകളുടെ വിശപ്പ് മാറിയല്ലോ. നിനക്ക് നല്ലത് വരണമെന്ന് തോന്നി, അത് പറയണമെന്നും. അതുകൊണ്ട് മാത്രാ വന്നേ. ആ ദിവസത്തിന് ശേഷം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല.